അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ പരിപാടി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി. ഇന്ന് ഭക്ഷണം ചില്ലിയും പൊറോട്ടയും. 50 കിലോ ചിക്കനാണ് ചില്ലി ഉണ്ടാക്കുന്നത്. ആ വീഡിയോ കാണാം. അതിനാവശ്യമുള്ള ചിക്കനാണിത്. ഇത് എത്ര കിലോ ചിക്കനൊക്കെ? 50 കിലോ. 50 കിലോ ചിക്കൻ. എനിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പിന്നീട് തയ്യാറാക്കുന്നവർ ഉപ്പിന് കണക്കില്ല. കുരുമുളക് പൊടി അഥവാ പെപ്പർ പൗഡർ, സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, ചില്ലി സോസ്, കോൺഫ്ലോർ. ഒന്നര പാക്കറ്റ് കോൺഫ്ലവർ അല്ലേ? ഇന്ന് ഷെഫ് കന്നഡ വെച്ചിട്ടാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്തിട്ട് എത്ര മണിക്കൂർ വെക്കണം? അരമണിക്കൂർ, ഹാഫ് ആൻ അവർ. ഇതും ചിക്കൻ വൈകുന്നേരം ലുലുമോൾ ചിക്കനാണ്. ചില്ലി പീസിന് കട്ട് ചെയ്തതാണ്. ഇത് എഗ്ഗ് ആഡ് ചെയ്യുന്നുണ്ടോ? എഗ്ഗ് വേണ്ട. ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ. ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ പൊറോട്ട. പിന്നെ എന്താണ് സ്പെഷ്യൽ? എന്നിട്ട് പിന്നെ കരിക്കഞ്ഞി, സ്റ്റാർട്ടറുകൾ, പിന്നെ ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പൊരിക്കാൻ തുടങ്ങി. ചില്ലി ഇട്ടിട്ട് കുറച്ച് ചെയ്തിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചില്ലി അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ചില്ലിക്കുള്ള ഒനിയൻ ആൻഡ് ക്യാപ്സിക്കം, ഇതിൽ ക്യാപ്സിക്കല്ല, അതിൽ ഇടാനുള്ള റെസ്റ്റോറൻറ്റ് ടൈപ്പ് ചില്ലി അല്ലേ, അപ്പോൾ അതിലേക്കുള്ള ക്യാപ്സിക്കം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഷെഫ്. നമ്മളുടെ പ്രോ ഷംസുക്ക എന്തിനുള്ള ചെറിയ ഉള്ളി ഷംസുക്ക?
ഏ എന്തിനുള്ള ചെറിയ ഉള്ളിയാണിത് എന്ന് ജോലി എന്താണെന്ന് എനിക്ക് അറിയണ്ടല്ലോ. അപ്പോൾ തരിക്കഞ്ഞിക്കുള്ള അന്നലെ തരിക്കണ്ണി മാഷ് മാറിയിരുന്നു, ഇന്നിപ്പോൾ മാള് തിരിച്ചു വന്നിട്ടുണ്ട്. എന്തിനുള്ളതാ? ആ സോസാണ് അതിലുള്ളത്. സോറി ഗൈസ്, മറിപ്പോയി. കായ ബജി. അപ്പം ഇന്ന് സ്നാക്സ് കായ ബജി. ചില്ലി പാസ്ത. ഷംസുഖാൻ്റെ ഐഡിയ, പാല് ഫുള്ള് വീഴാൻ പാക്കറ്റ് ഇങ്ങനെ ഒട്ടിച്ച്. ഐഡിയ മാസ്റ്റർ. എന്ത്? ഇതാണ് ഞങ്ങളുടെ മുഹമ്മദ് ഖാൻ. ഇതാണ് കായ ബജിക്കുള്ള കായ. സാധാരണ ബസ് ശരിയുള്ള സാധാരണ എടുക്കുന്നില്ല. അതിനുള്ള മാവ്. ഇതാണ് ഇവിടുത്തെ എന്താണ് മെയിൻ കുക്കിൻ്റെ കുഴപ്പം. എല്ലാം അങ്ങോട്ട് ചെയ്യും. സാരിക്കല്ലോ. ഇത്രേ പാടുള്ളൂ അല്ലേ? നൈസായി ചെയ്യുന്നുണ്ട്. വാഴയ്ക്ക ബജിക്കുള്ള വാഴയ്ക്ക ചെയ്യുന്നു. കായ ബജി ഉണ്ടാക്കി വെക്കുന്നു. ഇവിടെ കരിക്കഞ്ഞി റെഡിയാവുന്നു. അപ്പുറത്ത് ചില്ലി പൊരിക്കുന്നുണ്ട്. കിച്ചൻ ചൂടാണ്. നോമ്പിൻ്റെ ചൂടാണ്. കായ പൊരിച്ച് വെച്ചിരിക്കുന്നു. നോമ്പിൻ്റെ ചൂടും ഈ അടുപ്പിൻ്റെ ചൂടും കിച്ചണിലെ സ്റ്റാഫുകളിലൊക്കെ സമ്മതിക്കണം. ആര്? കാക്കുവിനെ പറഞ്ഞ്. കാക്കു ചിക്കൻ പൊരിച്ച് പോരുന്നുണ്ട്. കാക്കു വീഡിയോയിൽ സംസാരിക്കില്ല. ജോലി ചെയ്യുമ്പോൾ സംസാരിക്കുന്നത് കാക്കുവിന് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി ആ ചിക്കനെ, ചില്ലി ചിക്കനെ നമ്മൾ ഗ്രേവി ആക്കില്ലേ? അടുത്ത എന്താ ഷെഫേ? ചില്ലി ചിക്കൻ എന്താക്കുന്നത്? ചില്ലി ചിക്കൻ ഇനി എന്താ അടുത്ത് ചെയ്യാൻ പോകുന്നത്? ആ പറയൊന്ന് ഇൻട്രോ പറയേ. അല്ല ഇൻട്രോ അല്ല, എല്ലാവർക്കും മനസ്സിലായി. ബിസ്മില്ലാ. അപ്പോൾ നമ്മൾ ഐശ്വര്യമായി അടുത്ത് കത്തിച്ചു. ചെമ്പ് ചൂടാവുന്നു. ഷെഫ് കുറച്ച് ദേഷ്യത്തിലാണ്. ഈ ചൂടും കൊണ്ടാണ്. ആരും ഒന്നും വിചാരിക്കണ്ട. നോമ്പിൻ്റെ ചൂട്, ഈ അടുപ്പിൻ്റെ ചൂട് ഈ പ്രാവശ്യം
കിച്ചണിലുള്ളവരും സമ്മതിക്കണം. എന്നാലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ആ ഭക്ഷണം മറ്റുള്ളവർ കഴിച്ചിട്ട് ഇത് നല്ലതാണെന്ന് പറയുമ്പോൾ അതിലവർക്കൊരു സന്തോഷം. അല്ലാഹ്. അപ്പോൾ ഇതാണ് ഇനി അടുത്ത പ്രോസസ്സിനുള്ള സംഭവങ്ങൾ. ഗാർലിക്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി, ഒനിയൻ, എന്തതിൻ്റെ പേരെന്താ പേര് കിട്ടേണ്ട ആലോചിക്കണം ഞാൻ. മറ്റേ രണ്ടെണ്ണം സ്പ്രിങ് ഓണിയൻ. ഒനിയൻ എന്ന് കിട്ടുന്നുണ്ട്, സ്പ്രിങ് ഓണിയൻ. അത് പിന്നെ റോളിനോള് അസിസ്റ്റന്റ്. അത് മെയിൻ ഷെഫിൻ്റെ പിടിപ്പുകേടാണ്. അസിസ്റ്റന്റ്മാർ ചെയ്യിക്കേണ്ട ജോലികൾ അസിസ്റ്റന്റ്മാരെ കൂടെ ചെയ്യിപ്പിക്കണം. ഇപ്പോൾ വീഡിയോ വിവാദമാവുമോ? ചെയ്യാൻ പറയണം. എന്നിട്ട് അവർ ചെയ്തിട്ടില്ലെങ്കിൽ പറയാം. ഈ ഷെഫിനെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പോൾ എണ്ണ ഒഴിക്കാനുള്ളൊരു സിറ്റുവേഷൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എണ്ണ കൊണ്ടിട്ടുണ്ടോ? അപ്പോൾ അബുക്കല്ലേ അടുപ്പ് കത്തിക്കാർ? സാറിലൊക്കെ കുറച്ചും കൂടി കൂലി കൂടുതൽ കിട്ടും. കൂലി അള്ളാൻ്റെ കൂലി, ഞാനത് ഉദ്ദേശിച്ചിട്ടുള്ളൂ. റബ്ബിൻ്റെ റഹ്മത്തും കാരുണ്യം. ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ നമുക്ക് ഈ ഇത് ചെയ്യാം. ഇതിന് നമ്മൾ പൊറോട്ടയ്ക്കുള്ള കറി ആക്കട്ടെ. അപ്പോൾ ഒരു ഇത്തിരി ഗ്രേവി വേണമല്ലോ. പൊറോട്ടയ്ക്കാണ് ഇത് കറി. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ ഇരുന്ന് പറഞ്ഞോക്കാം. അപ്പുറത്ത് നിൽക്കാൻ പറ്റിയ ചൂടുകൊണ്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, കുഴപ്പമില്ല. ഞാൻ സൂമാക്കിയിട്ടുണ്ട്. അടുത്തത് ഗ്രീൻ ചില്ലി. അതിലെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കുഴപ്പമില്ലേ? തടസ്സം ഉണ്ടെങ്കിൽ തിരി തട്ടില്ല. അവിടെ വന്ന് ബാക്കിൽ നിന്ന് ഒന്നും കിട്ടില്ലക്കാ. ബാക്കിൽ നിന്ന് കിട്ടില്ല. ശരി. ഒനിയൻ, സ്പ്രിങ് ഓണിയൻ, വൈറ്റ് പോർഷൻ. സംസ്കാരമായിരുന്നെങ്കിൽ ഇളക്കാൻ വിളിക്കുക. ഒരാളിനെ ഇളക്കാൻ വിളിക്കേ. ഭയങ്കര ക്ഷീണം, നോമ്പിൻ്റെ ക്ഷീണം, ചൂട് ഒക്കെ ഒന്നും വരുന്നില്ല. കബ്ജികളൊന്നും വരുന്നില്ല. നിശബ്ദമായിട്ട് വീടെടുക്കും.
ഈ ഷെഫാണെങ്കിൽ ഒന്നും സംസാരിക്കില്ല. ഇനി അത് കാല് നോക്ക്. ഇതാണ് ക്യാപ്സിക്കം. അടുത്ത് നമ്മൾ ഇടുന്നത് ക്യാപ്സിക്കം. നല്ല ഫ്രൈ ആവണൊക്കെ, നല്ല ഫ്രൈ ആവണം. ആവശ്യപ്പെടുണ്ടോ അതിൻ്റെ ഗ്രീൻ പോർഷൻ? നമുക്ക് അടുപ്പൊന്നും കത്തിച്ചു കൊടുക്കണം. അത് കത്തിക്കണ്ടപ്പോൾ തന്നെയാണ്. അത് കത്തിച്ചു കൊടുത്തില്ല. അപ്പോൾ ഇത് കത്തിച്ചു കൊടുക്കായിരുന്നില്ലേ? അത് കത്തിക്കണ്ടാന്ന്. തുറന്നു വെച്ചിട്ട് ബാക്കി നിങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് അതിലേക്ക് വേണ്ട സോസുകൾ. അപ്പോൾ ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കനാണ്. സോസുകൾ എന്തൊക്കെയാണ്? ടൊമാറ്റോ സോസ്, റെഡ് ചില്ലി സോസ്, അല്ല റെഡ് ചില്ലി, ഇതെന്താ? ടൊമാറ്റോ, സോയാ സോസ് ഒഴിച്ചു. അടുത്ത റെഡ് ചില്ലി. അപ്പോൾ 50 കിലോയ്ക്കുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് വിട്ട് നിൽക്കട്ടെ. ഇതൊക്കെ കണ്ടോ? ചെമ്പ് കിട്ടണില്ല ശരിക്കും. ഇങ്ങനെ ഒരുപാട് ധൈര്യമില്ല. നല്ല തീയാണ്. അപ്പോൾ ഈ തീ ഇങ്ങനെ അപ്പോൾ നാളെയുള്ള അതാപുകളൊക്കെ എന്ത് തീയായിരിക്കില്ല. മറ്റൊരു ശരി ടൊമാറ്റോ. ഇത് ഒപ്പം ഇളക്കണ്ടേ ഒപ്പം? പോലീസ് പിടിക്കില്ല, അതെനിക്കറിയാം. ഞങ്ങളിവിടെ അല്ലെങ്കിൽ കാണായിരുന്നു. നിങ്ങളിവിടെ അല്ലെങ്കിൽ കാണാമായിരുന്നു. അത് ശരിയാ, സ്പെഷ്യലാവില്ല എന്നുള്ളതല്ലേ. നല്ല ആരോഗ്യം ആയുസ്സും തരട്ടെ. ഇനിയും ചെയ്തു കൊടുക്കാനുള്ള ആരോഗ്യം ആയുസ്സും തരട്ടെ. സോസുകൾ എല്ലാം ആയൊക്കെ? സോസുകളെല്ലാം ഒഴിച്ചോ? അപ്പോൾ എൻ്റെ കണ്ണം തെറ്റിയപ്പോൾ അതിലാൾ കുറച്ച് വാട്ടർ കണ്ടൻറ്റ് കൂട്ടിയിട്ടുണ്ട്. ഇനിയും വരുമോ? അല്ല, എൻ്റെ പർദ്ദ ഉരുകും.
അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് അവിടെ നിന്നാണ്. നമുക്ക് നല്ല വെള്ളം വരുന്നത് ആ ഫിൽറ്ററൊക്കെയാണ് നല്ല വെള്ളം വരിക. ഫിൽറ്റർ ചെയ്ത് നല്ല വെള്ളം. ഷെഫ് ഒന്ന് തിളങ്ങുന്നുണ്ട് കേട്ടോ. ഷെഫ് ഒന്ന് തിളങ്ങുന്നുണ്ട്. ഫിനിഷ്. അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. മസാലയിൽ നമ്മളിതുവരെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. ഒന്നും കൂടി തുടർന്ന് ചിക്കൻ ഇട്ടിട്ടുണ്ട് നമ്മളതിൽ. അപ്പോൾ നന്നായിട്ട് അപ്പോൾ കോൺഫ്ലവറാണ് നമ്മളതിനടുത്ത് ചേർക്കാൻ പോകുന്നത്. കോൺഫ്ലവർ സ്റ്റാർച്ച്. ഇതെപ്പോഴാ അപ്പോൾ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷൻ. ഓക്കെ, നമ്മുടെ ഡിഷ് അപ്പോൾ ഏകദേശം ഫൈനലായി അല്ലേ? അല്ലക്കാ ഏകദേശം എല്ലാം ഫുൾ ഫൈനലായി അല്ലേ? മാഷാ അല്ലാ. അപ്പോൾ വൈൻഡപ്പ് ചെയ്തോ? പറയേ, പ്രേക്ഷകരനോട് എന്തെങ്കിലും പറയേ. ആ, സപ്പോർട്ട് ചെയ്യാൻ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞാലേ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്പോൾ വീണ്ടും കാണും. ഇൻഷാ അല്ലാ. ബൈ.